എൻ്റെ മക്കൾ, നമ്മൾ ഇന്ന് വായിക്കുന്നത് ഇപ്പോൾ പരീക്ഷക്കാലമാണല്ലോ. പരീക്ഷക്കാലമാണ്, അതുപോലെ പ്രാർത്ഥനാക്കാലമാണ്. കൃപാസനത്തിലാണെങ്കിൽ എല്ലാ ദിവസവും പരീക്ഷ ഇല്ലാത്ത ദിവസങ്ങളൊക്കെ നൂറ് കണക്കിന് കുഞ്ഞുങ്ങളാണ് ഹോൾ ടിക്കറ്റ് വെഞ്ചരിപ്പിക്കാൻ വേണ്ടി വരണത്. അപ്പോൾ അവരുടെ മാതാപിതാക്കന്മാരുടെ ഉടമ്പടി സീറ്റ് കാണിച്ചാൽ മതി, ഉടമ്പടി കാർഡ് കാണിച്ചാൽ. പക്ഷെ അത് അപ്ഡേറ്റ് ആയിരിക്കണം, പുതുക്കിയതായിരിക്കണം. കാര്യം നിങ്ങൾ ഉടമ്പടിയിലായിരിക്കണമല്ലോ. പണ്ട് ചിലരിപ്പോൾ പരീക്ഷക്കാരായപ്പോൾ പണ്ടെങ്ങോ ഉടമ്പടി ചെയ്തതാണ്, അവരതൊക്കെ വലിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവർ ഉടമ്പടി ഉഴപ്പിയതാണ്. 90 ദിവസം കഴിഞ്ഞ ഉടമ്പടി പുതുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല, അത് ക്യാൻസൽഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് വേണേൽ പുതുക്കാം, പക്ഷേ ഹോൾ ടിക്കറ്റൊക്കെ വെഞ്ചരിച്ച് കിട്ടും. പക്ഷേ കൗൺസിലിംഗും മെസ്സേജൊന്നും നടക്കത്തില്ല. എന്താ പറയണമെന്ന് കാര്യം എന്ന് വെച്ചാൽ, ചില ആൾക്കാർക്ക് ചില വിഷയങ്ങളുണ്ടാകുമ്പോൾ അവർ ക്യാൻസലായ ഉടമ്പടി എടുത്തിട്ട് വരും. അങ്ങനെയൊന്നും വരരുത്. കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ്, അല്ലാതെ അച്ഛനെ കാണാൻ വേണ്ടിയുള്ള ചീട്ടല്ല. അപ്പം അതിനെ ബുദ്ധിബോധം ഇല്ലാത്ത ഉടമ്പടി എടുത്തിട്ടുണ്ട് കുറച്ച് പേര്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങൾ. ദൈവത്തോട് നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയോട് ചെയ്യുന്ന കർത്താവിൻ്റെ വചനമനുസരിച്ച് സുവിശേഷ സാക്ഷിയായി ജീവിച്ചോളാവെന്ന് പറഞ്ഞുകൊണ്ട് വചനാധിഷ്ഠമായി ജീവിക്കുന്ന ഒരു ജീവിതക്രമമാണ് ഉടമ്പടി ജീവിതം. അതൊന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാക്കാലം, പരീക്ഷാക്കാലം, പ്രാർത്ഥനാക്കാലമാണെന്ന് പറഞ്ഞാലും ചിലർ പ്രാർത്ഥിച്ചാലും വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല. എന്താ കാര്യം? പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മൊബൈൽ എടുക്കും. പള്ളി വന്നിട്ട് പോലും ചാടിപ്പോയി മൊബൈൽ വരുമ്പോൾ അങ്ങനെ അവൻ പള്ളിയിൽ കുർബാനയിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ആരോ ഒരു കടവാൻ പോകത്ത് അവനെ വിളിക്കും, കുറേ ചാടിയും പള്ളിയുടെ മുറ്റത്ത് വീഴും. ഇത് അവിടെ മൊബൈൽ എടുക്കും. അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണത്തെക്കാരെ ദോഷമേ ചെയ്യത്തുള്ളൂ. കാര്യം എന്താ വെച്ചാൽ പ്രശ്നം വെച്ചാൽ നീ വീട്ടിലാണ് ഇരിക്കണമെങ്കിൽ അത്രയും തലവേദന ദൈവത്തിന് കുറേ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഉതപ്പിൽ പിടിക്കത്തില്ല. നീ മറ്റുള്ളവർക്ക് ദുർമാതൃകയാണല്ല. അതുകൊണ്ട് ദൈവത്തിന് സാക്ഷിയായിട്ട് ജീവിക്കാൻ നോക്കണം. അത് തമാശ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ പറയാൻ പോണ വിഷയം അതൊന്നുമല്ല. ഐസയ്യായുടെ പുസ്തകം നമ്മൾ വായിക്കാം. ഐസയ്യ 29:8. സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും ആകും. ഇതെന്ന് പറയുന്നത് നോൻപ് കാലം എന്നൊക്കെ അറിയാല്ല, ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കാലമാണ്. പക്ഷെ ചില പ്രാർത്ഥനകൾ പാളിപ്പോകുന്നുണ്ട്. പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഇതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ മൊബൈൽ പോലെയുള്ള സംഭവങ്ങൾ എടുക്കുകയും ഇനി ഒന്നും എടുത്തില്ല പോലെ പരവിചാരം കൊണ്ടിരിക്കുകയും ചെയ്യത്തില്ലേ. അപ്പോൾ അവർ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്ക് സംഭവിക്കണത് എന്താണ്? ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കാണും, പക്ഷെ എഴുന്നേൽക്കുമ്പോൾ വിശക്കുമെന്ന്. അതിന് ചില പിള്ളേർക്കുണ്ട്. പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ റീല് കാണും. പരീക്ഷയ്ക്ക് പഠിക്കണേ, പേര് ഇളിച്ചോണ്ട് കോമഡിയും കണ്ട് ഇളിച്ചോണ്ടിരിക്കും. പിന്നെയും പഠിക്കും. 1 മണിക്കൂർ കഴിഞ്ഞ് പഠിച്ചു നോക്കുമ്പോൾ ഒന്നും ഓർക്കത്തില്ല. അതാണ് ഈ പറയണത്. എന്താണ് അവർ രണ്ടാമത് പറയുന്നത്? എന്താ പറയണത്? അതായത് കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണും. സ്വപ്നം മാത്രമാണ്. ഈ പല വിചാരത്തോടെ പ്രാർത്ഥിക്കുന്നതും പല കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇടയ്ക്ക് പഠിക്കുന്നതും എല്ലാം ശരിക്കും പറഞ്ഞാൽ കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നവരാണ്. കഴിക്കുന്നതായിട്ട് സ്വപ്നം കാണും, പക്ഷേ എഴുന്നേക്കുമ്പോൾ വിശക്കും. ബൈബിളിൻ്റെ രസം, എക്സ്പ്രഷൻസ് ഓഫ് ദി ബൈബിളേ ഭയങ്കര രസം. നമ്മുടെ ജീവിതം ശരിക്കും ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് തരും ഇങ്ങോട്ട്. ഇപ്പം നീ നിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന്. പ്രാർത്ഥനാക്കാലം എന്ന് പറയുമ്പോൾ പല വിചാരം നിർത്തിയിട്ട് പ്രാർത്ഥനയിൽ ഏകാഗ്രത ഉണ്ടാകണം. അത് നമ്മുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം. ഇപ്പം എനിക്കിങ്ങനെ പ്രാർത്ഥനയിൽ ഇപ്പോൾ കടലാണെങ്കിൽ തിരച്ചിലുണ്ടാകത്തില്ലേ? അപ്പോൾ തിരയെല്ലാം ഒഴിഞ്ഞതിന് ശേഷം നമുക്ക് കടലിൽ കുളിക്കാൻ പറ്റുമോ? അപ്പോൾ എല്ലാ പല വിചാരങ്ങളും മാറിയതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. മനസ്സിങ്ങനെ കടൽ പോലെ തിരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ശ്രദ്ധപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ മനസ്സാപരണം ചൊല്ലും. ഞാനെങ്ങനെയാണ് പല വിചാരത്തിന് അതിജീവിക്കണം? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വികട ചിന്ത വന്നെങ്കിൽ എൻ്റെ ദൈവം ഏറ്റവും നല്ലവരും എല്ലാത്തിനും ഉപരി സ്നേഹിക്കുകയും അങ്ങനെ പാവം ചെയ്യുന്നവർ പൂർണ്ണകൃത കാര്യം പാവം തന്നെയാണല്ലോ പല വിചാരം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പിശാചിനോട് സംസാരിച്ചാൽ പിന്നെ അതെങ്ങനെ പാവമാകാതിരിക്കണേ? അപ്പം അതിപ്പോൾ പ്രാർത്ഥന എന്ന് പറയാം, നോൻപ് കാലം പ്രാർത്ഥനാക്കാലമാണ്. പക്ഷേ അതേസമയം തന്നെ പല വിചാരങ്ങൾ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിത് പ്രതീക്ഷിക്കാം. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യണം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഈ മനസ്സാപ്പറണം. എൻ്റെ ഈ സൂത്രം നല്ലതാണ്, എന്നെ സഹായിച്ചിട്ടുണ്ട് കുറേ. കാരണം പരവിചാരം ഇല്ലാതെ ഒരിക്കലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പരവിചാരം ഇല്ലാതെ ഇരിക്കുമ്പോൾ തന്നെ ഇരിക്കണത് തന്നെ നമ്മൾ ആ 0 പോയിന്റിലേക്ക് ഏതെങ്കിലും സംഭവങ്ങൾ കയറി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. പക്ഷേ നമുക്കൊരു ബോധം ഉണ്ടാകണം, അവയർനെസ് ഉണ്ടാകണം ഈ വിഷയത്തെക്കുറിച്ച്. പിന്നെ ദൈവത്തിൻ്റെ സഹായത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ജവമാനിലൊക്കെ അങ്ങനെ പല വിചാരം കൊണ്ടായിരിക്കാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്.
ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനമായാലും പ്രാർത്ഥനയായാലും ഇത് ഈ പഠനത്തിനിടക്കും പ്രാർത്ഥനയിടക്കും വേറെ ചില കാര്യങ്ങളൊക്കെ ബിസിനസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ന്യൂസ് ടോക്സുകൾ, കോമഡികൾ, റീലുകൾ, വേറെ കണ്ടൻറ്റുകൾ, ആവശ്യമില്ലാത്ത പാട്ടിപ്പോയി തലയിടുക. ഞാൻ ഇവിടെ പഠിക്കുന്ന പിള്ളേരോട് എവിടെ വരുമ്പോൾ പറയും വീട്ടിൽ മമ്മിയും പപ്പയൊക്കെ കിടന്നിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കും, നിങ്ങൾ എൻ്റെ അടുത്ത് പോയി തലയിട്ട് കൊടുക്കരുത്, നിങ്ങൾക്ക് പരീക്ഷക്കാലമാണ്, മര്യാദയ്ക്കിരുന്ന് പഠിക്കുക. അതാണ് പറയണത്. അങ്ങനെ പല വിചാരത്തിൽ പഠിക്കുകയാണെങ്കിലും പല കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിലും ഒക്കെ സംഭവിക്കണമെന്ന് വെച്ചാൽ കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണും, എഴുന്നേൽക്കുമ്പോൾ തലയിലൊന്നും ഉണ്ടാകത്തില്ല, വരണ്ട തൊണ്ടയുമായിട്ട് എഴുന്നേൽക്കുന്നു. ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കാണും, പക്ഷേ എഴുന്നേൽക്കുമ്പോൾ വിശന്ന വയറോട്ട് എഴുന്നേൽക്കും. അത് നോൻപ് കാലത്തെ പ്രാർത്ഥന എല്ലാം അത് കറക്റ്റ് ദൈവചൈതന്യത്തോട് തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയണത്. കാര്യം ഇതൊക്കെ അച്ഛൻ പറയണ മക്കൾ കേട്ട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പല വിചാരം കൂടാതെ ഇരിക്കുക. ഈ മനസ്സാപ്പറിനെ എപ്പോഴും പഠിച്ചു വെക്കണം. കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകളിലൊക്കെ മനസ്സാപ്പുറം ഉണ്ടാവും. അത് പഠിച്ചു വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കാത്തലിക്സിനെ എല്ലാം അറിയാം ഈ പ്രാർത്ഥന. മറ്റുള്ളവർ ശ്രദ്ധിക്കണം. അതിൽ ഒരു വരിയെങ്കിലും വായിച്ച്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള പല വിചാരം ഉണ്ടാകണമെങ്കിൽ അത് മാറാൻ വേറെ ഈ മനസ്സാപ്പുറമല്ല വേറെ പ്രാർത്ഥനയുണ്ട്, ഡെലിവറൻസ് പ്രെയർ ഉണ്ട്. അത് കുർബാനയിൽ ലത്തീൻ കുർബാനയിൽ ഡെലിവറൻസ് പ്രെയർ ഉണ്ട്. അതെടുത്ത് ഞാൻ ജസമത്ത് പ്രാർത്ഥിക്കും. എന്താണ്? എല്ലാ തിന്മകളിൽ നിന്നും മോചിക്കണമേ, ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ, പാപത്തിൽ നിന്നും അസ്വസ്ഥകളിൽ നിങ്ങൾ എപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ. അതൊരു പ്രാർത്ഥനയാണ്, ഡെലിവറൻസ് പ്രെയർ ആണത്. അതും ഇതുപോലെ പല വിചാരവും മറ്റു തരത്തിലുള്ള വിഷമതകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒക്കെ ഒരു സുഹൃത്ത് ഒരു 3 വരിയേ ഉള്ളൂ ഞാൻ പ്രാർത്ഥിച്ചത്. നിങ്ങളത് എടുത്ത് വീണ്ടും എടുത്ത് കേൾക്കുമ്പോഴൊക്കെ മനസ്സിലാവും. എല്ലാ തിന്മകളിൽ നിന്നും കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും മോചിക്കണമേ, ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ, പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും നിങ്ങളെപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ. അതിന് ഇംഗ്ലീഷ് വേർഷൻ ഭയങ്കര ഡെലിവറൻസ് ലോഡ് ഫ്രം ദി ഹോൾ ഈവിൾ എന്നാണ്. അപ്പം ഡെലിവറൻസ് പ്രെയറാണത്. അപ്പം അത് അങ്ങനെ വരുമ്പോൾ അതും ഒരു പ്രാലചാരം കൂടുമ്പോൾ അതും ഒരു പ്രാർത്ഥനയൊക്കെ മാറ്റണം. പഠനത്തിൻ്റെ ഇടയ്ക്കും ഇതുപോലെ പല വിചാരങ്ങളും ഫോണും മറ്റൊരു സംസാരവും ഒക്കെ വരുമ്പോഴും നിങ്ങൾ പഠനം തുടങ്ങണ മുമ്പ് ഈ പ്രാർത്ഥന 4 വരി പ്രാർത്ഥനകൾ ചെല്ലണം. ചെല്ലിട്ട് ഇതെല്ലാം ഫ്രൂട്ട്ഫുള്ളായിട്ട് എടുക്കണം. അപ്പം നിങ്ങൾക്ക് നല്ലൊരു നോൻപ് കാലവും നല്ലൊരു പരീക്ഷക്കാലവും നല്ലൊരു ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ആത്മീയമായിട്ട് വിജയിക്കും, അതുപോലെ വിദ്യാഭ്യാസമായിട്ട് വിജയിക്കും, ജീവിതപരമായിട്ട് വിജയിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.